ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. നമ്മളിന്ന് വിയറ്റ്നാം സീരീസിൻ്റെ അവസാനത്തേതും കുറച്ച് കുൽസിതവുമായൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് തംബ്നെയിലിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വിയറ്റ്നാമിലെ നൈറ്റ് ലൈഫ്. വിയറ്റ്നാമീസിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ പണിയെടുക്കുന്ന ക്ഷീണം മാറ്റാൻ രാത്രി ഫുഡ് അടിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് കുറച്ച് ആരോഗ്യപരമായ കലാപരിപാടികളിൽ ഏർപ്പെടും. കുറച്ചുപേർ പകരാത്രി തേരാപ്പാര നടക്കുകയും ചെയ്യും. ഇതിനിടയ്ക്ക് ഇവന്മാരിവളുമാരൊക്കെ ഉറങ്ങുന്നത് എപ്പോഴെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അങ്ങനെ ഹാനോയ് സിറ്റിയിലെ നൈറ്റ് ലൈഫിനായി നമ്മൾ എത്തിയിരിക്കുന്നത് ഡോങ് ഖിൻ ജിയാ തുങ് സ്ക്വയറിലാണ്. ഇവിടുത്തെ സ്ഥലങ്ങളുടെയും ആളുകളുടെയും ഒക്കെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കേൾക്കാൻ മാത്രമേ പറ്റൂ, തിരികെ ഉച്ചരിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. നമുക്ക് വല്ല ശശിയോ സോമനോ ശിവുവോ ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തായി സ്വന്തം കാമുകിമാരുമായി ടാങ്കോ നൃത്തം ചെയ്യുന്ന കാമുകന്മാരെ കാണുന്നത്. സ്വന്തമായി കാമുകന്മാരില്ലാത്തവർക്കായി ഇവിടെ വാടക സൗകര്യവും ലഭ്യമാണെന്നാണ് കേട്ടത്. എന്തായാലും ടാങ്കോ നൃത്തം വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തിരുവാതിര കളിക്കുന്ന അമ്മച്ചിമാരുടെ അടുത്തേക്ക് നീങ്ങി. കണ്ട പാമ്പിനെയും തവളയും ഒക്കെ കഴിച്ച് ശരീരത്തിൽ കയറിയ കൊഴുപ്പ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കുറേ അമ്മച്ചിമാർ ഒത്തുകൂടി പകരാത്രിക്ക് തിരുവാതിര കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇതിലേക്കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും മലയാളികളായ നമ്മൾ മാത്രമാണ് നൃത്തം ആസ്വദിച്ച് ഈ നർത്തകിമാർക്കുള്ള പ്രോത്സാഹനം നൽകുന്നത്. മലയാളികളുടെ ആ നല്ല മനസ്സിനെ ആരും കാണാതെ പോകരുത്. ഒരേ താളത്തിൽ മേലനങ്ങാതെയുള്ള അമ്മച്ചിമാരുടെ തിരുവാതിര ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. സ്ട്രീറ്റിൻ്റെ ഒരു കോണിൽ കണ്ണു കാണാത്ത രണ്ട് സഹോദരങ്ങൾ സോൺഗ്രുവാൻ എന്ന ചൈനീസ് വാദ്യോപകരണം വായിക്കുകയാണ്. ആരും കേട്ടുനിന്ന് പോകുന്ന സംഗീതം തന്നെയാണിത്. സോൺഗ്രുവാൻ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടണമെങ്കിൽ ആഹാരം വായിലിട്ടിട്ട് പറയണം. ചൈനീസ് ഗിറ്റാർ എന്നാണ് ഈ ഉപകരണം അറിയപ്പെടുന്നത്. പണ്ട് സായിപ്പന്മാർ ഗിറ്റാർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുശുമ്പ് കയറിയ ചൈനക്കാർ ഉണ്ടാക്കിയതാണത്ര ഈ ഉപകരണം. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെയുള്ള നൈറ്റ് ലൈഫൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹോച്ചിമിൻ സിറ്റിയിലെ കുൽസിത പ്രവൃത്തികൾക്ക് പേരുകേട്ട എൻഗ്വാൻ ഹ്യൂ സ്ട്രീറ്റിലാണ്. വെളുപ്പിനെ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. പബ്ബ്, മസാജ് പാർലർ, ഡാൻസ് ബാർ, കാസിനോസ്, DJ തുടങ്ങിയ ഒരു ശരാശരി മലയാളിക്ക് നശിക്കാനുള്ളതൊക്കെ ഇവിടെ ലഭ്യമാണ്. ഗവൺമെൻറ്റിനോ പോലീസിനോ ഈ പ്രദേശങ്ങളിൽ സ്വാധീനം കുറവായതിനാൽ ടൂറിസ്റ്റുകൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഇവിടെ കൂടുതലാണ്. ചുരുക്കത്തിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര തന്നെ. ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഇതൊക്കെ ബാൻഡ് ആണെങ്കിലും ഇതുപോലെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രവർത്തിക്കുന്നു. സദാചാരവാദികൾ ഇവിടെയും ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് പ്രവേശനം നിഷിദ്ധമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ വരേണ്ടതാണ്. ആവശ്യക്കാർക്ക് മാത്രം പ്രവേശിച്ചാൽ മതിയല്ലോ. വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നൈറ്റിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സ്ട്രീറ്റുകളെയും അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് തായ്ലൻഡ് സീരീസ് തുടങ്ങുമ്പോൾ ഇടുന്നതാണ്. വിയറ്റ്നാം വീഡിയോസ് എല്ലാം തന്നെ വ്ളോഗ് എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് വളരെ കുറച്ച് മാത്രമാണ് പങ്കുവയ്ക്കാൻ സാധിച്ചത്. ഈ പോരായ്മകളൊക്കെ നമ്മൾ അടുത്ത രാജ്യങ്ങളിൽ പരിഹരിക്കുന്നതാണ് കേട്ടോ. വ്യത്യസ്തമായ കാഴ്ചകളും ഇൻഫർമേഷൻസിനുമായി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ അടുത്ത വ്യത്യസ്തമായി കാണുന്നത് വരെ ശുഭം.